മഹാദേവ, നീ ഉറങ്ങിയില്ല അല്ലേ? പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. നീ ഉറങ്ങിയില്ലേ? ഞാൻ പകല് കുറേ ഉറങ്ങി. ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറിൽ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറിൽ നിൽക്കുകയാണ്. പരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എന്റെ അമ്മയെ നാട്ടിച്ച്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ലേ അവന്മാര്. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, ഇടവേള ബാബുച്ചേട്ടനെ പറ്റി പറയാനാണെങ്കിൽ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ. മുകേഷ്, നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി. മണിയമ്പിള്ള രാജു. മനുഷ്യനെ ഒന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കാത്ത മഹാപാവികള്. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു? എനിക്കത് കാണാമായിരുന്നു. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാണ് ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പിന്നെ ജയസൂര്യ. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. എപ്പോ സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ല. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മളെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാങ്ങ്. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോവാം. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി. ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 4 വിജയിച്ചിട്ടുണ്ട്. 2 ഇപ്പൊ ഗർഭിണികളാണ്. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പോയി പറയാം. ഞാൻ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്ന് കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തേന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. തൽപരകശിയല്ല, എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവറടാ മോളെ.